ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ല പോത്തിൻ തല ബിരിയാണിയാണ്. ഈ ചൂടായ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് നമ്മുടെ പോത്തിൻ്റെ തല നല്ല രീതിയിൽ വെന്ത് വരുന്നത്. ആ വെന്ത പോത്തിന് നമ്മളടുത്ത് മസാല ഇട്ട് എല്ലാം കൂടി ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നത്. പോത്തിൻ്റെ തല ബിരിയാണി ഏകദേശം നമുക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ചോറ് വെന്ത് വരുന്ന സമയമുള്ളൂ. നമ്മൾ ഈ പോത്തിൻ്റെ തല ആ പുഴുങ്ങിയ വെള്ളമുണ്ട്, നല്ല സക്ക്, അതിൻ്റെ നീരെല്ലാം ഇറങ്ങിയിരിപ്പുണ്ട്. അതിലോട്ടിട്ട് നമ്മൾ ചോറ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. നല്ല പരുവത്തിന് വെന്ത് വറ്റിയിട്ടുണ്ട് ചോറ്. ഇതിനെ കൂടെ ഒറ്റയ്ക്കെടുത്ത് പൊക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 7-8 കിലോ വരെ ഉണ്ട് നമ്മളെ തലയ്ക്ക്. പിന്നെ അതിൻ്റെ നമ്മളെ റൈസും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക്. ഹായ്, വ്യത്യസ്തമായ രുചിക്കൂട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് രുചിയിലേക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി പോത്താണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ല പോത്തിൻ തല ബിരിയാണിയാണ്. വെറൈറ്റി ആയിരിക്കും നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടി. എന്നും വെറൈറ്റി എന്ന് പറയുമ്പം ഞാനും എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് ഇന്ന് ഒരു കിടിലം പോത്തിൻ്റെ തലയാണ്. എടുത്ത് പൊക്കാൻ നല്ല പാടുണ്ട്. 7-8 കിലോ വരും കേട്ടോ സാധനം. പോത്തിൻ തല വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കുന്നത്. പ്രത്യേകം ഞാൻ പോരാടിപ്പിക്കില്ല. സാധനം നമുക്ക് ഇനി നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം. നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന ശേഷം എങ്ങനെയാണ് പോത്തിൻ തല ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരും. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക സംഭവം എങ്ങനെയാണ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ സുരേഷിനെ വിളിച്ചുകൊണ്ട് ഈ സാധനത്തിൽ നിന്ന് ക്ലീൻ ചെയ്യാം. എന്തായാലും അല്പം കട്ട വെയിറ്റിംഗാണ് സംഭവം. ഈ പോത്തിൻ തല ബിരിയാണി നമ്മൾ അല്പസമയം കൊണ്ട് ക്ലിയർ ആവില്ല. ഒരു 2-3 മണിക്കൂറത്തെ പണിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ സുരേഷിനെ വിളിച്ച് സംഭവത്തിൽ നിന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/4-3 മണിക്കൂറത്തെ പണിയാണ് കേട്ടോ ഈ തല ക്ലീൻ ചെയ്യാൻ വേണ്ടി. എന്നെക്കാളും കൂടുതൽ പണിയായത് സുരേഷിനാണ്. നല്ല രീതിയിൽ അത് രണ്ടായിട്ട് നമ്മൾ പൊളന്നതിന് ശേഷം അതിൻ്റെ വായിക്കത്തുള്ള പല്ല്, അതുപോലെ തന്നെ നാക്ക്, അതുപോലെ തന്നെ വേസ്റ്റായിട്ടുള്ള എല്ലാ സംഭവവും നമ്മൾ നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ ഈ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴുകി എടുക്കണം. അപ്പോൾ നമ്മൾ അയ്യോ ഇത് കണ്ട, ഇത് നമ്മൾ 2 കൊമ്പിൻ്റെയും പുറത്തുള്ള ചട്ടയാണ്, പുറന്തോട്. അതിനെ സുരേഷ് അടിപൊളിയായിട്ട് ഊരിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യണത് ഈ കൊമ്പിൻ്റെ ഷേപ്പോടെ തന്നെയാണ് നമ്മളിത് ബിരിയാണി ചെയ്യാൻ പോകുന്നത്. അതൊരു വെറൈറ്റിയാണ്. പ്രത്യേകിച്ച് ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ന് കൊമ്പോടെ തന്നെയാണ് നമ്മൾ ബിരിയാണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും വേസ്റ്റാണ്. ഇതിനെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സുരക്ഷ ചരുവത്തിൽ വെള്ളം എടുക്കണം. ഇതിനെ നല്ല രീതിയിൽ 2-3 വെള്ളം നല്ല രീതിയിൽ കഴുകണം. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴുകണം. അപ്പോൾ ഇതിനകത്തുള്ളൊരു അഴുക്കും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതായി പോകാൻ വേണ്ടിയാണ് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴുകുന്നത്. ആ കഴുകിയ ശേഷം നമുക്ക് ഈ സാധനത്തിനെ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് ഒരു 3 മണിക്കൂർ നല്ല രീതിയിൽ പുഴുങ്ങണം. എന്നിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് ഇതിനെ കഴുകാം. സുരേഷ പാത്രം എടുത്തിട്ടോ. നല്ലൊരു ബിരിയാണി ചെമ്പാണ്. അതിലോട്ട് നമ്മൾ പോത്തിനെ കഴുകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ തല നമ്മൾ കഴുകുകയാണ്. ഒരു 3 വെള്ളം നല്ല രീതിയിൽ കഴുകണം. അതിനുശേഷം 4ാമത്തെ വെള്ളം ഫൈനൽ കഴുകിയ ശേഷം നമുക്ക് അടുപ്പത്ത് കയറ്റാം. പുറത്തുള്ള അഴുക്കും ചളിയൊക്കെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കലക്കിയുള്ളതാണ്. 3 വെള്ളത്തിൽ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ കഴുകുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ കൂടി ഒന്നുകൂടി കഴുകുകയാണ്. ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ കഴുകുകയാണ്. ഫുൾ വേസ്റ്റും കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് സാധനം. ഇനി നമുക്ക് അടുത്ത മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സാധനത്തിന് നമുക്ക് നല്ല രീതിയിൽ വേവിക്കണം. വേവിച്ചെടുത്ത ശേഷം നമ്മൾ മസാല ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനെ വേവിക്കേണ്ടതെങ്കിലും നമുക്ക് നോക്കാം. നമ്മൾ പഴയ സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോത്തിൻ്റെ തല നമുക്ക് വേവിക്കാനുള്ള സെറ്റപ്പാണ് അത് നോക്കുന്നത്. അത് നമുക്ക് അടുപ്പിൽ തീ കൊടുത്താം. ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കൊടുക്കുകയാണ്. നമ്മൾ കർപ്പൂരം വെച്ചാണ് തീ കൊടുക്കുന്നത്. അപ്പോൾ തീ എന്തായാലും ഏകദേശം നമ്മൾ തീ പിടിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്.
അതാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി, അതിൽ കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് ഇടുന്നുള്ളൂ. എന്നിട്ട് അല്പം കൂടുതലായിട്ട് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ തന്നെ കുറച്ച് പട്ട. അതുപോലെ നമ്മളൊരു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടായ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് നമ്മുടെ പോത്തിൻ്റെ തല നല്ല രീതിയിൽ വെന്ത് വരുന്നത്. ആ വെന്ത പോത്തിനെ നമ്മളടുത്ത് മസാല ഇട്ട് എല്ലാം കൂടി ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നത്. കണ്ടേ, നമ്മുടെ പോത്തിന് അതിലോട്ട് വയ്ക്കുന്നുണ്ട്. കറക്റ്റായിട്ട് മുങ്ങിയിപ്പം. ഇനി ഒരു 2 മണിക്കൂർ ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് സംഭവം വേകണം. എന്നാൽ മാത്രം നമ്മളെ കാര്യം വിജയിക്കുള്ളൂ. 2 മണിക്കൂർ. അപ്പോൾ നമ്മുടെ തീ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് തീ കത്തിച്ചത്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അടുത്ത് നമ്മൾ മസാല ഇട്ട് സെറ്റ് ചെയ്യാൻ പോണ്. തലയിലിടാനുള്ള മസാല സെറ്റ് ചെയ്യണം. അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കല്ലൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഒരു 200 ml വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി, അതുപോലെ കുറച്ച് പച്ചമുളക്. നമ്മൾ ഏകദേശം ഒരു 150 ഗ്രാം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 100 ഗ്രാം പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 150 ഗ്രാം ഇഞ്ചി. ഇത്രയും സാധനം നമ്മൾ ആദ്യം ഇടുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 കൊത്ത് കരിവേപ്പില ഇടാം. നമ്മളെ പോത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂറാണ് അതിൻ്റെ സമയം. നല്ല ഇത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ല തിളവറ്റി നല്ല വെന്ത് സെറ്റാകുന്ന സമയത്ത് 2 മണിക്കൂർ. ആ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ മസാല ക്ലിയർ ആവും. ഏകദേശം ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. അതിലോട്ട് നമ്മളെ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 7 സവാളയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസ് സവാള. വളരെ നമ്മൾ കഷ്ടപ്പെട്ടാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സുരേഷൊക്കെ രാവിലെ ഇരുന്ന് വെട്ടി കീറിയതാണിത്. സവാളയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പോത്തിൻ്റെ തല വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, മസാല ഒക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. എങ്കിലും അടുത്ത മസാലയ്ക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ആദ്യം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് നമുക്ക് സമയം കൊടുക്കാം ഉള്ളി വെന്ത് വരാനുള്ളൊരു സമയം. അതിനുശേഷം ബാക്കി നമുക്ക് മുളക് പൊടിയും ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം നല്ല വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി മസാല അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളൊരു സ്പൂൺ കുരുമുളക് പൊടി ഇടും. അത് കഴിഞ്ഞിട്ട് ഗരം മസാല. അതല്പം കൂടുതലാണ് ഞാൻ ഇടുന്നത്. സംഭവം നമ്മൾ തലയ്ക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള സാധനമാണ് ഇടുന്നത്. ഗരം മസാല ഇട്ട് കാശ്മീരി ചില്ലിയാണ്. ഇത്ര കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി ഇടുന്നത്. അത് 2 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ സാധാ മുളക് പൊടി ഒരു 3 വലിയ സ്പൂണിന് ഒരു 3 സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെ അല്ല, സാധാ സ്പൂണാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലി. അപ്പോൾ തന്നെ മസാല എല്ലാം കളറായിട്ടുണ്ട്. നമ്മളെ പോത്ത് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത്
നല്ല സെറ്റായി നിൽക്കുന്നുണ്ട് സാധനം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിക്ക് ഗ്രേവി ആക്കണം. അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ പോത്തിൻ്റെ തല വന്ന് ഈ ചൂടുവെള്ളം തന്നെ എടുത്ത് ഒഴിക്കാം. അതാണ് ഏറ്റവും നല്ല. അതിൻ്റെ നല്ല സക്കക്കയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ വെള്ളം തന്നെ നമുക്ക് അതിലോട്ട് ഒഴിക്കാൻ പറ്റും. നമ്മളെ മസാല നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് ഒന്ന് കുറുകി വരണ സമയത്ത് നമ്മളെ തലയും കറക്റ്റ് പാകത്തിന് വേവും. ഇതിനടുത്ത് മിക്സ് ചെയ്യാം. അപ്പം ബിരിയാണിക്കുള്ള മസാല പോത്തിൻ്റെ തല കിടിലാവും. അതിനുശേഷം നമുക്ക് പ്രത്യേകിച്ച് റൈസ് വയ്ക്കാം. അപ്പോൾ നമ്മളെ മസാല നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയിലയും നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പുതിനയില, കുറച്ച് രമ്പയില ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. അതിലോട്ട് നമ്മളെ പോത്തിൻ്റെ തല ഏകദേശം എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ നല്ല തിളച്ച് മറിയാണ് സാധനം. അടുത്ത് നമ്മൾ ഈ തലയെടുത്ത് ഇതിനടുത്ത് ഇതിലോട്ട് വയ്ക്കേണ്ട വളരെ പാടുപെടുമെന്നാണ് തോന്നുന്നത്. എന്നാലും എടുത്ത് വയ്ക്കാം ഞാൻ. പോത്തിൻ്റെ തല ബിരിയാണി ഏകദേശം നമുക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ചോറ് വെന്ത് പറഞ്ഞ സമയമുള്ളൂ. നമ്മൾ ഈ പോത്തിൻ്റെ തല ആ പുഴുങ്ങിയ വെള്ളമുണ്ട്, നല്ല സക്ക് അതിൻ്റെ നീരെല്ലാം ഇറങ്ങിയിരിപ്പുണ്ട്. അതിലോട്ടിട്ടാണ് നമ്മൾ ചോറ് വേവിക്കാൻ പോകുന്നത്. അതിലോട്ട് ആദ്യം ഇത് 2.5 കിലോ അരിയാണ്. നമ്മൾ ചെറിയ ബിരിയാണി അരിയാണ് ഇതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചത്. കാണാൻ പറ്റുന്നത് നമ്മളെ പോത്ത് നല്ല സെറ്റായിട്ടുണ്ട് തല. അപ്പോൾ നമ്മൾ അരി ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി അരി വെന്ത് വരുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്ക് സെറ്റ് ചെയ്യാൻ. ഏകദേശം ഒരു 10-20 മിനിറ്റിനകത്ത് നമുക്കിപ്പം എല്ലാം റെഡിയാവും. അപ്പോൾ നമ്മളെ പോത്തിൻ്റെ തല നല്ല രീതിയിൽ വെന്ത് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ നിങ്ങൾ കാണാൻ പറ്റും നമ്മളെ റൈസ് നല്ല വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം. ഇതിനെ മാറ്റി വെച്ച ശേഷം നമുക്ക് ബിരിയാണിയിൽ ഇടേണ്ട നമ്മളെ സവാളയും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാം. ഇത്രയും ബിരിയാണിയുടെ ആയിക്കോട്ടെ നമ്മളെ പണി തീർന്നു. എന്നിട്ടാണ് ഇവനെ നമ്മളെ കൂട്ടുകാർക്ക് വെച്ച് കൊടുക്കുക സാധനത്തിന്. അപ്പോൾ ഇതിനൊന്ന് ഇറക്കിക്കാം. അല്ല സുരേഷ് അതിനൊന്ന് ഇറക്കി വയ്ക്കാം. അങ്ങോട്ട് ഇറക്കി വെച്ചു. അരി ഏകദേശം നല്ല വേഗം ഉണ്ട്. ഒന്നുകൂടി ഞാൻ നോക്കി നോക്കാം എന്താണ് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് അരി വേവാറുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഒഴിച്ചത് നമ്മൾ എസൻസ്. അതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഒരു ഇളക്കൂടി ഇളക്കിയിട്ട് നമുക്കതിനെ മറിച്ചിക്കാം. കുറച്ച്
മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു ഇളക്കൂടി ഇളക്കി നമുക്കിതിനെ ചോറ് നല്ല രീതിയിലല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല പരുവത്തിന് വെന്ത് വറ്റിയിട്ടുണ്ട് ചോറ്. ഈ ചോറ് നമുക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് അടുത്തുള്ള ബാക്കിയുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇങ്ങനെ വറുത്തലിടാം. സുരേഷൻ ഇറക്കി കിട്ടാൻ സമയത്ത് ഞാൻ ബാക്കിയുള്ള നമുക്ക് വറുപ്പിനുള്ള സാധനം സെറ്റ് ചെയ്യാം. മിക്സറിനുള്ള സവാള ഇട്ട് കൊടുക്കണം. നമ്മളെ തീ നല്ല രീതിയിൽ കത്തി നമ്മളെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാക്കി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചുവന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉണക്ക മുന്തിരി കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കും. ഇനി എണ്ണ എടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ച ബിരിയാണിയിലോട്ട് നമ്മുടെ മസാലയും അതുകൊണ്ട് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ മിക്സറെല്ലാം കൂടി തട്ടിയ ശേഷം ആ പോത്തിൻ്റെ തലയും കൂടി എടുത്ത് വെച്ച് നമ്മുടെ ബിരിയാണി സെറ്റപ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ തല ബിരിയാണി വളരെ അതായത് ഏകദേശം ഒരു 4-5 മണിക്കൂർ നമ്മൾ ജോലി ചെയ്ത് സംഭവം രാവിലെ കടയിൽ ചെന്ന് പോത്തിൻ്റെ തല എടുത്തുകൊണ്ട് വന്ന് അതിന് ഇവിടെ നിന്ന് വെട്ടി അതിനെ ക്ലീൻ ചെയ്ത് അതിനുശേഷം 2 മണിക്കൂർ പോത്തിൻ്റെ തല നമ്മൾ എക്സ്ട്രാ വേവിച്ച് ഇപ്പോൾ എന്തായിരുന്നാലും നല്ല രീതിയിൽ നമ്മൾ ബിരിയാണി പോത്തിൻ്റെ തലയിൽ വെച്ചുള്ള ബിരിയാണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഞാൻ ഡിസ്പ്ലേയും കൂടി ചെയ്ത് നമ്മളെ കുറച്ച് കൂട്ടുകാരുണ്ട്, നമ്മളെ കൊച്ചു പയ്യന്മാർ നമ്മളിവിടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന പിള്ളേരുണ്ട്. അവന്മാരെ നമ്മൾ ഇന്നത്തെ ബിരിയാണി പോത്തിൻ്റെ തല എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്തായാലും നമ്മൾ റൈസിനെ കോരി വയ്ക്കുകയാണ്. റൈസൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിരിപ്പുണ്ട്. എന്നിട്ട് നമ്മളെ കുറച്ച് മിക്സറും കൂടി നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് സാധനം 2.5 കിലോ അരി ആയതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കാണിച്ചു തരാനും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിലെടുത്തത്. ഇനിയാണ് നമുക്കൊരല്പം പാടുള്ള പരിപാടി. നമ്മുടെ പോത്തിനടുത്ത് ഇതിലോട്ട് വെക്കേണ്ടതാണ്. പോത്തിൻ്റെ ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തത്. നമ്മൾ ബാക്കിയിരുന്ന കുറച്ച് മിക്സറും കൂടെ അപ്പോൾ നമ്മുടെ ഇത്രയും മണിക്കൂറത്തെ കഷ്ടപ്പാട് എൻ്റെയും സുരേഷിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ വേറെയും കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ക്യാമറയിലില്ലെങ്കിലും നമ്മളെ കൂടെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സാധനം ഇത്രയും പെട്ടെന്ന് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനെ കൂടെ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 7-8 കിലോ വരെ ഉണ്ട് നമ്മളെ തലയ്ക്ക്. പിന്നെ അതിൻ്റെ നമ്മളെ റൈസും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നമ്മളെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവരാണ് നമ്മളെ രുചിയിൽ ഇന്നത്തെ പോത്തിൻ്റെ തല ബിരിയാണി എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നോക്കിയിട്ട് അവർ സത്യസന്ധമുള്ള മറുപടി പറയും. ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. അപ്പോൾ നമ്മളെ പയ്യന്മാരൊന്ന് വിളിച്ച് നോക്കാം. ഇവിടെ വാടാ.